അമ്മേ, വേസ്റ്റ് എടുക്കുന്ന ആള് വന്നു. മോളെ, നമ്മൾ വേസ്റ്റ് പെറുക്കികളല്ല, ഹരിതകർമ്മ സേന അംഗങ്ങളാണ്. ഓക്കേ. ഇന്ന് സ്കൂളുള്ള ദിവസമല്ലേ, നിനക്ക് സ്കൂളിൽ പോകണ്ടേ? പോയി ഡ്രസ്സ് മാറ്. ചേച്ചി, ഞങ്ങൾ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നതാണ്. കഴിഞ്ഞ മാസം തന്നില്ല, അതിന്റെ മുമ്പിലത്തെ മാസവും തന്നില്ല. ഈ മാസം നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടില്ലേ, വേസ്റ്റും ഇല്ല ഒന്നുമില്ല. ഞങ്ങൾ പ്ലാസ്റ്റിക് അങ്ങനെ ഉപയോഗിക്കാറില്ല. പഞ്ചായത്തിലെ റിപ്പോർട്ടൊക്കെ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ പൊക്കോ, എനിക്ക് വേറെ ജോലിയുണ്ട്. രാവിലെ വന്നോളൂ, വേറെ ജോലിയില്ലാണ്ട്. പോവല്ലേ, പോണ വഴിയില്ലേ എവിടെയെങ്കിലും ഇതിനെ കൂടെ അങ്ങ് വലിച്ചെറിഞ്ഞേക്ക്. പോരാ, ഇതിൽ കുറെ ഫുഡ് വേസ്റ്റ് ഉണ്ട്, അങ്ങ് കളഞ്ഞോ. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് കുറേ പേര് മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. തരില്ലെന്ന് പറയുന്നവരുണ്ട്. അടുത്ത മാസം തൊട്ട് നല്ല ക്ലിയർ ആക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓരോ വീട്ടിലും ഓരോ പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ഗവൺമെന്റ് തന്നെ ഇപ്പം പ്ലാസ്റ്റിക് നിരോധിച്ചതിൽ ഇപ്പം പ്ലാസ്റ്റിക്കുകൾ അങ്ങനെ ഇല്ല, കടകളിലും ഇല്ല, ഒരിടത്തൊന്നും കിട്ടണില്ല. പിന്നെ ഈ വെള്ളം പലഹാരമൊക്കെ വരുമ്പോൾ അതിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഉണ്ട്. അതിനെ നമ്മൾ നുള്ളിപ്പറക്കി ഒരു കവറിലാക്കി വെച്ചേക്കും. അത് ഇവിടെ പഞ്ചായത്തിൽ നിന്ന് 2 സ്ത്രീകൾ വരുമ്പോൾ അവരെ അങ്ങ് കൊടുത്തു വിടും. അപ്പോൾ വരുന്ന പ്ലാസ്റ്റിക് നമ്മൾ കൃത്യമായിട്ടും കളക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ജോലിയാണ് അതിൽ വരുന്നത്. പ്ലാസ്റ്റിക് നമ്മൾ വാഷ് ചെയ്യണം, ഉണക്കണം, പിന്നെ അത് കൊടുക്കണം, പിന്നെ നമ്മൾ പൈസ കൊടുക്കണം. ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പരിസരം വൃത്തിയാക്കിയിടുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവിടെ ചെല്ലണ്ട, പൈസ തരൂല, 3 മാസത്തിലൊരിക്കൽ തരാമെന്ന്. പിന്നെ നമ്മൾ പോണ വഴിക്കും നമുക്ക് ഒരുപാട് അവഹേളനം ആക്കണ്. വേസ്റ്റ് പറക്കാൻ വരുന്നതാണ്, ചവറ് പറക്കാൻ വരുന്നതാണ്. നിങ്ങൾക്ക് 50 രൂപയും തന്നു പ്ലാസ്റ്റിക്കും കഴുകി ഉണക്കി തരണോ എന്ന് അവർ ചോദിക്കുന്നു. പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഹരിതകർമ്മ സേന അംഗങ്ങൾ 1 മാസത്തിലൊരിക്കൽ നിങ്ങളുടെ വീടുകളിൽ വരികയും അതുവരെയും പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന ഫുഡ് വേസ്റ്റുകൾ കാരണം പല വിധത്തിലുള്ള മാരകമായ രോഗങ്ങൾ കുട്ടികളിലും മുതിർന്നവരിലും വരാൻ സാധ്യത ഏറെയാണ്. ഉദാഹരണത്തിന് ആട്ടിയ മാവിൻ്റെ കവറുകൾ, പാൽ കവറുകൾ, മീൻ കവറുകൾ, ഇറച്ചി കവറുകൾ ഇവയൊക്കെ കഴുകി വൃത്തിയായി സൂക്ഷിച്ച് ഹരിതകർമ്മ സേന അംഗങ്ങളുടെ കയ്യിൽ കൈമാറുക. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അവർ വന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നുണ്ട്. ചില മാലിന്യങ്ങൾ, അതായത് മണ്ണിന് ദോഷകരമായിട്ടുള്ള മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമാണ് മാസം തോറും കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പരിസ്ഥിതിക്ക് ദോഷകരമായിട്ടുള്ള വസ്തുക്കൾ സംഭരിച്ച് അല്ലെങ്കിൽ കളക്ട് ചെയ്ത് അതിനെ ക്രിയാത്മകമായിട്ട് മറ്റൊരു തലത്തിലോട്ട് അവർ റീപ്രോസസ്സ് ചെയ്ത് വിനിയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ കൂമ്പാരമാവുകയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയോ ചെയ്യുന്നില്ല. നമ്മുടെ വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൽ ഫുഡ് വേസ്റ്റുകൾ നിക്ഷേപിച്ച് ജൈവവളമാക്കി മാറ്റാനും പാചകവാതകമായി മാറ്റാനും നമുക്ക് സാധിക്കും. അഥവാ ബയോഗ്യാസ് പ്ലാന്റ് ഇല്ലാത്ത വീടുകളിൽ നമുക്ക് ബയോബിൻ ഉപയോഗിക്കുകയും അതിൽ ഫുഡ് വേസ്റ്റുകൾ നിക്ഷേപിച്ച് ജൈവവളമാക്കി മാറ്റാനും സാധിക്കും. എല്ലാ സ്ഥലത്തു നിന്നും ഒരുമിച്ച് മാലിന്യങ്ങൾ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാലിന്യങ്ങൾ സംഭരിക്കാനോ അവരെ കൊണ്ട് പറ്റുന്നില്ല. എങ്കിൽ പോലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, കണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന് പറയുന്നത് പോലെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി വ്യാപകമായി ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു തുടക്കമാണെന്ന് മാത്രം നമുക്ക് ചിന്തിക്കാം. വളരെ വ്യാപകമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും വളരെ നല്ലൊരു കാര്യമാവും. അതുപോലെ തന്നെ കൊടുക്കുന്ന എമൗണ്ട് വളരെ തുച്ഛമായ ഒരു എമൗണ്ടാണ് മാസം തോറും കൊടുക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ല കാര്യം തന്നെയാണ്. ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതോടൊപ്പം തന്നെയാണ് അതിൻ്റെ വേസ്റ്റുകൾ, വീട്ടിലുള്ള വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റുകൾ, ഈ ചിക്കൻ്റെ വേസ്റ്റുകൾ, പല വേസ്റ്റുകളും കൊണ്ട് റോഡ് സൈഡിൽ പ്ലാസ്റ്റിക് കെട്ടിയിടുന്നുണ്ട്. ഈ കെട്ടിയിടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ഇടവഴികൾ, ചെറിയ റോഡുകൾ, ഇതെല്ലാം പട്ടികളുടെ ബഹളമാണ്. ഈ പട്ടികൾ ഇതെല്ലാം തിന്നുകൊണ്ട് മനുഷ്യനാണ് ആക്രമിക്കുന്നത്. പറക്കെ വണ്ടി 2 വീലർ പോകുമ്പോൾ പറക്കെ ഓട്ടിക്കുക,
പട്ടി ഓടിക്കുക, ചെന്ന് വീഴുക, ചാടിക്കടിക്കുക, കൊച്ചു പിള്ളേർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. നാശം പിടിച്ച പട്ടികൾ, മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായല്ല. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അമ്മ കൂടിയാണ്. ഞാനോ? നമ്മളെ പോലുള്ളവർ ഈ ഫുഡ് വേസ്റ്റ് തെരുവിലിടുന്നത് കൊണ്ടാണ് തെരുവ് നായ്ക്കളുടെ ശല്യം കൂടുന്നത്. അതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും മോളെ? ഹരിതകർമ്മ സേന അംഗങ്ങൾ വന്നപ്പോൾ പ്ലാസ്റ്റിക് അവർക്ക് കൊടുക്കുകയും ഫുഡ് വേസ്റ്റ് ബയോബിനെ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എനിക്കിന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു അമ്മേ. പ്രിയപ്പെട്ടവരെ, ഞാൻ കാട്ടാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തുമായി നടത്തിവരുന്ന പ്രതീകാത്മക പ്രവർത്തനങ്ങൾ ഏവർക്കും അറിവുള്ളതാണല്ലോ. നമ്മുടെ നാടിൻ്റെ ഗ്രാമീണ സൗമാര്യത സംരക്ഷിക്കുവാനായി പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ ഹരിതകർമ്മസേന അംഗങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാകുന്നു. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന യൂസർ ഫീസ് നൽകിക്കൊണ്ട് വ്യക്തികളും സ്ഥാപനങ്ങളും അവരവരാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ അതാതു മാസം ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് നൽകുകയും ഒപ്പം ജൈവമാലിന്യങ്ങൾ പഞ്ചായത്ത് നൽകി വരുന്ന ബയോബിൻ പോലെയുള്ള ഉറവിട സംസ്കരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജൈവവളമായി മാറ്റുകയും ചെയ്യുക. ഗ്രാമപഞ്ചായത്തിൻ്റെ ശുചിത്വ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത സഹായ സ്ഥാപനമായ നിയോ എനർജിയുമായി കൈകോർത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷനും നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ പ്രിയപ്പെട്ട പൊതുജനങ്ങൾ പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി ഹൃദയത്തിലേറ്റണം എന്ന് വിനീതമായി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി, പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ശുചിത്വ സുന്ദര ഗ്രാമം, മാലിന്യമുക്ത ഗ്രാമം, ആനന്ദ ഗ്രാമം നമ്മുടെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത്.